എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൻ്റെ 13 വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പുറപ്പാട് 24:13. അങ്ങനെ മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റു. മോശെ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നേതാവായ യോശുവയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പുറപ്പാട് സംഭവവുമായി ചേർത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും. നൈസർഗികമായ താലന്തുകളോ കഴിവുകളോ ആത്മീക നേതൃത്വത്തിലേക്ക് നയിക്കുന്നില്ല എന്ന് വേദപുസ്തകത്തിലെ അനേകം വ്യക്തികളുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. ആത്മീക നേതാക്കന്മാർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും അവൻ്റെ പാഠശാലയിൽ അഭ്യസനം ലഭിച്ചവരുമാണ്. യോസേഫ് സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു. ചെയ്തിട്ടില്ലാത്ത കുറ്റം അവൻ്റെ മേൽ ചുമത്തി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. കൂട്ടുകാരൻ അവനെ മറന്നു. എന്നാൽ യോസേഫിനെ ദൈവം വളർത്തിയെടുക്കുകയായിരുന്നു. മോശയെ ദൈവം മരുഭൂമിയിലെ പാഠശാലയിൽ 40 വർഷങ്ങൾ നടത്തിയാണ് പഠിപ്പിച്ചെടുത്തത്. ശക്തി ചോർന്നുപോയ അഭിഷിക്തനാൽ പീഡിപ്പിക്കപ്പെട്ട് അനേക നാളുകൾ കാടുകളിൽ ഒളിച്ച് നടക്കേണ്ടി വന്ന ദാവീദിന് ഒരു രാജാവാകാനുള്ള പരിശീലനം കൊടുക്കുകയായിരുന്നു. 3.5 വർഷക്കാലം തന്നോടുകൂടെ നടത്തി ശിഷ്യഗണങ്ങളെ ക്രിസ്തു പരിശീലിപ്പിച്ച വിധങ്ങൾ വ്യത്യസ്തമാണ്. ജീവിത രൂപാന്തരത്തിന് ശേഷം അപ്പോസ്തലനായ പൗലോസിനെ അറേബ്യയിലെ മരുഭൂമിയിൽ വെളിപ്പാടുകൾ നൽകി ദൈവം തൻ്റെ പ്രത്യേക ശുശ്രൂഷയ്ക്കായി അഭ്യസിപ്പിച്ച് എടുത്തു. ഇവരെ എല്ലാവരെയും പലവിധ ശുശ്രൂഷകൾക്ക് ആയിട്ടാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അവരുടെ അഭ്യാസന രീതികളും വ്യത്യസ്തമായിരുന്നു. പരിശീലനത്തിന് ശേഷം ദൈവം തൻ്റെ പരിപാടിയിലുള്ള ഓരോ വേലയിൽ ഉന്നതമായ ശുശ്രൂഷകൾ നൽകപ്പെട്ടവർക്ക് പല രീതികളിലുള്ള പരിശീലനങ്ങളായിരുന്നു ലഭിച്ചതെങ്കിലും അവ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതാണ്. ദൈവം തൻ്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചെടുക്കേണ്ടതിന് ഒരു മോശയെ ആയുധമാക്കി. എന്നാൽ 40 വർഷത്തെ മരുഭൂമിയിലെ സഞ്ചാരത്തിന് ശേഷം ദൈവം ഒരു യോശുവയെ പരിശീലിപ്പിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അടിമത്തത്തിൽ നിന്നും വിടുവിക്കുന്നതിനായി മോശയെ ഉപയോഗിച്ചപ്പോൾ ദൈവജനത്തിൻ്റെ അവകാശ ഭൂമി കൈവശമാക്കാൻ ദൈവം തൻ്റെ ദാസനായ യോശുവയെ ഉപയോഗിച്ചു. ദൈവകരങ്ങളിൽ ഇപ്രകാരം ഉപയോഗിക്കപ്പെട്ട ഈ യോശുവ ആരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒന്നാമത്, വീണ്ടെടുപ്പിൻ്റെ അനുഭവം സ്വന്തം ജീവിതത്തിൽ യോശുവ അനുഭവിച്ചിരുന്നു. 1 ദിനവൃത്താന്തം 7 അധ്യായത്തിൽ നമുക്കത് കാണാം. ഏലിശാമയുടെ മകൻ നൂൻ, അവൻ്റെ മകൻ യഹോശൂവ എന്ന് കാണുന്നു. കുടുംബത്തിലെ മൂത്ത പുത്രന്മാരെയാണല്ലോ സാധാരണ രേഖപ്പെടുത്താറുള്ളത്. മിസ്രയീം ദേശത്തുകൂടെ സംഹാരകൻ കടന്നുപോയപ്പോൾ അനേക ഭവനങ്ങളിൽ സംഹാരകൻ്റെ വാളിനാൽ ആദ്യജാതൻ സംഹരിക്കപ്പെട്ടപ്പോൾ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ സംഹാരകൻ്റെ വാളിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും വിടുവിക്കപ്പെട്ട രക്ഷയുടെ അനുഭവമുള്ളവനായിരുന്നു യോശുവ. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലായിരുന്ന യോശുവയെയാണ് നേതൃത്വത്തിലേക്ക് ദൈവം വളർത്തിയെടുത്തത്. രണ്ടാമത് നമ്മൾ യോശുവയെ കാണുന്നത് പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിലാണ്. അവിടെ അമാലേക്കിനോട് യുദ്ധം ചെയ്യുന്ന യോശുവയാണ് കാണുന്നത്.
ജഡത്തെയും സ്വയത്തെയും പ്രതിനിധീകരിക്കുന്ന ഏശാവിൻ്റെ സന്താനങ്ങളാണ് അമാലേക്യർ. ക്ഷീണിച്ചിരിക്കുന്നവരെ പുറകിൽ കൂടെ വന്ന് നശിപ്പിക്കുന്നവരാണ് അമാലേക്യർ. എന്നാൽ യോശുവ അമാലേക്യരെ വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. മോശ പ്രാർത്ഥിച്ചു. യോശുവ അതിനനുസരിച്ച് യുദ്ധം ചെയ്തു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ മോശയെ പോലെ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തുണ്ട്. എന്നാൽ ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ ഉപയോഗിച്ച് ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ദൈവ പൈതൽ കീഴ്പ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യർ 5-ാം അധ്യായത്തിൽ. ഈ ശത്രുവിനോട് നമുക്ക് തലമുറ തലമുറയായി യുദ്ധമുണ്ട്. അമാലേക്യനെ വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു എന്നാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു വിശുദ്ധൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലമെല്ലാം അവന് ജഡത്തോട് യുദ്ധമുണ്ട്. മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പങ്കുവെച്ച ശേഷം നമ്മൾ കൊള്ളരുതാത്തവരായി പോകാതിരിക്കേണ്ടതിന് പൗലോസ് അതിനെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്നാണ്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ. കഴിഞ്ഞകാല അപ്പോസ്തലന്മാരുടെ ജീവിതങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു കേരളത്തിൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ജഡമാകുന്ന അമാലേക്യനോട് പോരാടുന്നതിന് വിവിധ രീതികൾ സ്വീകരിച്ചിരുന്നു. കൽക്കണ്ടത്തിൻ്റെ രുചി അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ അതിനോട് ഇഷ്ടം തോന്നിയപ്പോൾ അതിനെ തുപ്പിക്കളഞ്ഞു. ശരീരത്തിൻ്റെ ഇച്ഛകളെ ദണ്ഡിപ്പിച്ച ആ ആത്മീക മാനദണ്ഡം ഇന്ന് പിന്തുടരാൻ നമുക്ക് സാധിക്കുന്നില്ല. യോശുവ അമാലേക്യനെ വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. മൂന്നാമതായി യോശുവയെ കാണുന്നത് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗത്താണ്. യോശുവയെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മോശയുടെ ശുശ്രൂഷക്കാരനെന്നാണ്. ദാസനായ യോശുവ ക്രിസ്തീയ ജീവിതത്തിൽ ഈ അനുഭവത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് വിളിക്കപ്പെടുവാൻ നാം ആഗ്രഹിക്കും. ശ്രേഷ്ഠന്മാരായ ദൈവമക്കളുടെ ദാസന്മാരായി തീരാനും നമ്മൾ ഒരുമ്പെട്ടേക്കാം. എന്നാൽ എല്ലാവർക്കും ദാസനാകുക എന്നുള്ളത് ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുയേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ പ്രസംഗിക്കുന്നത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ. അതുകൊണ്ട് പൗലോസ് ശുശ്രൂഷിച്ച സഭകളിലുള്ള എല്ലാവർക്കും തന്നെ തന്നെ ദാസനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 4-മത്, നൂൻ്റെ മകനായ യോശുവയെ കൂടാരത്തെ വിട്ട് പിരിയാതെ ഇരുന്നു എന്ന് പുറപ്പാട് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 31-ാം അധ്യായത്തിൽ വായിക്കുന്നു. ദൈവ സാന്നിധ്യത്തിൽ സന്തോഷം കണ്ടവനും കൂടാരത്തെ വിട്ടുപിരിയാതെ ദീർഘസമയം ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചവനും യോശുവയെ പോലെ ശോഭിക്കുന്നവരായി നിലനിൽക്കാൻ സാധിക്കും. തേജസ്സുള്ള ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത് ദൈവത്തോടുകൂടെ പർവ്വതമുകളിൽ സമയം ചെലവഴിക്കുന്നതിനാണ്. അല്ലെങ്കിൽ അതിലൂടെയാണ് ആ വലിയ കൃപ ലഭിക്കുന്നത്. ആത്മീക ജീവിതത്തിൻ്റെ ശക്തി നമ്മുടെ പ്രാർത്ഥന അനുസരിച്ചായിരിക്കും. യോശുവ വിട്ടുമാറാതെ ദൈവ സാന്നിധ്യം അനുഭവിച്ചവനായിരുന്നു എന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ ഒരു ദിവസത്തിൽ കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. യോശുവയെ പോലെ ദൈവരാജ്യത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നേതൃത്വം നൽകാൻ നമുക്ക് ഇടയാകണം. വലിയ സ്ഥാനവും പദവിയും ഒന്നുമല്ല. ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മാൽ ആവോളം
നയിക്കാൻ, ദൈവജനത്തെ നയിക്കാൻ ലഭിക്കുന്ന ഓരോ സാധ്യതയും അവസരവും പാഴാക്കാതെ ഉപയോഗിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, മനോഹരമായ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായി തീരാൻ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളും കഴിവുകളും അവസരങ്ങളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഉപയോഗിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ, ജോലി സംബന്ധമായ ഇടങ്ങളിൽ, യാത്രകളിൽ, മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളിൽ ദൈവിക സാക്ഷ്യം പകർത്തുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. സകല ആവശ്യങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ പകരുന്നു. കൈവിടാത്തവനായി അവിടുന്ന് ഒപ്പമുണ്ടായിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് കൂടെ നിൽക്കാൻ യോശുവയെ പോലെ ദൈവസാന്നിധ്യം വിട്ടുപിരിയാതെ ജീവിപ്പാൻ പുതിയ വർഷം എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.